മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷൊഹൈബ് അക്തറിന്റെ സഹോദരൻ ഷാഹിദ് അക്തറിന്റെ സംസ്കാര ചടങ്ങിൽ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലഷ്കർ നേതാവ് ഹാഫിസ് സയ്യിദിന്റെ അനുയായികളും പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ് നേതാക്കളുമാണ് ചടങ്ങിനെത്തിയത്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, ഇത് ചെറിയ കാര്യമല്ല. പാകിസ്ഥാൻ ഇതിനകം തന്നെ ഭീകരരെ പാലൂട്ടി വളർത്തുന്ന രാജ്യമാണെന്നുള്ള നമ്മുടെ ആരോപണമുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിൽ ഇപ്പോൾ പരസ്യമായി വിവാഹ ചടങ്ങിലടക്കം വിലസുകയാണ് ഭീകരർ അവിടെ. രഞ്ജിത്ത്, ഇത് വളരെ ഗുരുതരമായി തന്നെ രാജ്യം കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഷോയിബ് അക്തർ അവിടെ അറിയപ്പെടുന്ന പാകിസ്ഥാനിലെ ഒരു ക്രിക്കറ്റ് താരമാണ്. നമുക്കെല്ലാം അറിയാം, 2011 റിട്ടയർ ചെയ്യുന്നവരെ വളരെ ശ്രദ്ധേയനായ കായിക താരമായിരുന്നു. അയാളുടെ സഹോദരനാണ് ഈ ഷാഹിദ് അക്തർ, മൂത്ത സഹോദരനാണ്. ഈ മൂത്ത സഹോദരൻ ഒരു ഹൃദയാഘാതം മൂലമാണ് ജൂൺ 24 മരിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങിലേക്കാണ് ഇപ്പോൾ ഈ തീവ്രവാദ സംഘടനയിലെ പ്രമുഖരെല്ലാം ചേർന്ന് പങ്കെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം. ഈ ലഷ്കർ-ഇ-തയ്ബയുടെ ഒരു രാഷ്ട്രീയ സംഘടന പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ സംഘടന അവിടെ മർക്കസി മുസ്ലിം ലീഗ് എന്ന പേരിലും അതുപോലെ തന്നെ മറ്റു പല പേരുകളിലും അവിടെ പ്രവർത്തിക്കുന്നു. ഈ സംഘടനകളുടെ നേതൃരംഗത്തുള്ള ആളുകളാണ് ഇപ്പോൾ ഈ പരിപാടികളിൽ പങ്കെടുത്തിരിക്കുന്നത്. സൈഫുള്ള കസൂരി എന്നത് ഈ ഹാഫിസ് സയ്യിദിൻ്റെ ഒരു കടുത്ത അനുയായിയാണ്. ഇയാൾ അവിടെ ഇതിൽ പങ്കെടുക്കുന്നു. മാത്രമല്ല ഈ PMML അവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ഇമാമുർ റഹ്മാൻ എന്ന മറ്റൊരു നേതാവ് കൂടി, അതിൻ്റെ പ്രസിഡൻ്റായ ഇമാമുർ കൂടി PMML പ്രസിഡൻ്റാണ്. അദ്ദേഹം കൂടി ഈ ചടങ്ങിന് പങ്കെടുത്തിരിക്കുന്നു. അതുകൂടാതെ മറ്റ് പല ആളുകളും ഈ നിരോധിത സംഘടന അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം തീവ്രവാദ സംഘടന എന്ന തരത്തിൽ മുദ്ര കുത്തിയിട്ടുള്ള ലഷ്കർ-ഇ-തയ്ബയുടെയും അതുപോലെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ലഷ്കർ-ഇ-തയ്ബയുടെയും പ്രതിനിധികൾ അവിടെ പലരും പങ്കെടുത്തു എന്ന വിവരങ്ങൾ കൂടി വരുന്നു. അതിൽ ഈ അബ്ദുള്ള തൂർ എന്നത് ഇതേപോലെ പാർട്ടിയുടെ മറ്റൊരു നേതാവാണ്. ഹാഫിസ് ഉമർ എന്നത് PMMLൻ്റെ സോണൽ ജനറൽ സെക്രട്ടറിയാണ്. അജ്മത് ഭട്ടി അത് ഖിദാമത്ത് കമ്മിറ്റിയുടെ ഒരു നേതാവാണ്, ചെയർമാനാണ്. ഇവരെല്ലാമാണ് ഈ ചടങ്ങിനെത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും ഗൗരവപരമായ കാര്യം. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഹാഫിസ് സയ്യിദ് നമുക്കറിയാം, 2008 ഭീകരാക്രമണത്തിൽ, മുംബൈ ആക്രമണത്തിലൊക്കെ വളരെ സുപ്രധാനമായ പങ്ക് വഹിച്ച ആളാണ്. മാത്രവുമല്ല ഇതിൽ പങ്കെടുത്ത ചില ആളുകളെ പറ്റിയും രാജ്യത്തിന് വളരെ സുപ്രധാനമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ പെഹൽഗാം ആക്രമണത്തിൽ ഉൾപ്പെടെ അതിൻ്റെ സൂത്രധാരരായി ഇരുന്നിട്ടുള്ള ആളാണ് ഈ ഹാഫിസ് സയ്യിദ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇത് രാജ്യത്തിന് വലിയ ഒരു ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. ഈ തീവ്രവാദ സംഘടനയിൽപ്പെട്ട ആളുകളാകട്ടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഇന്ത്യ രാജ്യത്തിനെതിരെ ഭയങ്കരമായ തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തി വരികയാണ്. ഇന്ത്യയെ കരയിലും കടലിലുമൊക്കെ ആക്രമിക്കും എന്നൊക്കെയുള്ള ചില വീരവാദങ്ങളും ഭീഷണികളുമൊക്കെ അവിടെ പാകിസ്ഥാനിൽ ഇരുന്ന് നടത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ശരി മനു.